എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉടുപ്പാണ് കാണിക്കുന്നത്. അതിൽ ഒരു 20 ഇഞ്ച് ഇറക്കവും 22 ഇഞ്ച് നെഞ്ചളവും, ചെസ്റ്റ് സൈസ് 22 ഉള്ള ഒരു കുട്ടിക്കാണ് തയ്ക്കണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് വീതിയുള്ളൊരു തുണിയാണ്. ഷർട്ട് പീസൊക്കെ കിട്ടുമ്പോൾ 60 ഇഞ്ചാണ് ഈ തുണിയുടെ വിഡ്ത്ത്. 60 ഇഞ്ച് അങ്ങനെയുള്ള ഒരു 60 പോയിൻ്റ് തുണിയാണ് ഇത് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാദ്യം തന്നെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമുക്കിതിൻ്റെ ബോഡി ഇറക്കമാണ് വെട്ടിയെടുക്കുന്നത്. ബോഡി ഭാഗമല്ല, അതിൻ്റെ അടിഭാഗത്തുള്ള പീസാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. 17 ഇഞ്ച് നീളത്തിൽ ഇതിൽ നിന്നൊരു പീസ് വെട്ടിയെടുക്കാം. ഇതിവിടെ ഇങ്ങനെ വിടിക്കുക. ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇത് ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വിടിയിക്കാണ്ട് നിൽക്കണത്, ഇങ്ങനെ വിട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളിങ്ങനെ ഈ സൈഡിൽ നിന്ന് 3 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ പകുതി 1.5 ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ വെട്ടണം. ഇങ്ങനെ വെട്ടിയെടുക്കണം. അതുപോലെ ഈ വിടിക്കാത്ത ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യണം. 1 ഇഞ്ച് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ ചാച്ചിങ്ങനെ വെട്ടണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അടിഭാഗത്തെ വെട്ടിക്കണം. ഇതിൻ്റെ ബോഡി ഭാഗത്തിനായിട്ട് 8 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള 4 പീസ് വെട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഇത് 4 പീസ് ഉണ്ട് കേട്ടോ. 4 പീസ് ഇതിങ്ങനെ മടക്കിയിടുക. ഇതിൻ്റെ ഈ വിടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് ആണ് ഇതിൻ്റെ ഇവിടം വരെയുള്ളത്. അതിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചേ പാടുള്ളൂ, അതിലേക്ക് വരയ്ക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബോഡി വയ്ക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നിങ്ങളൊരു സ്ട്രാപ്പ് വയ്ക്കണം. സ്ട്രാപ്പിന് നമുക്ക് 1.5 ഇഞ്ച് വീതി വേണം. 1.5 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളമുള്ള 4 പീസ് തന്നെ സ്ട്രാപ്പിന് എടുക്കണം കേട്ടോ. 1.5 ഇഞ്ച് വീതി, അങ്ങനെ 4 പീസ്. ഇതാണ് സ്ട്രാപ്പ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമ്മളൊരു ലേസ് വെച്ചിട്ടാണ് തയ്ക്കുക കേട്ടോ. തയ്ക്കണ വിധം കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഈ സ്ട്രാപ്പും ഈ ലേസ് വെച്ചടിച്ച് വെക്കണം കേട്ടോ. അത് ആദ്യം കാണിക്കാം. അതിൽ ഒരു പീസ് എടുക്കുക. അതിൻ്റെ ഒരരുകത്ത് ഇതിൻ്റെ ലേസിൻ്റെ നല്ല ഭാഗം അടിയിലേക്കായിട്ട് കുറച്ചും കൂടെ നീക്കിയിട്ട് വയ്ക്കുക കേട്ടോ. അതിൻ്റെ മീതെയായിട്ട് നമ്മൾ ഒരു പീസും കൂടി വെച്ചടിക്കുക. ഈ പീസ് ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ മറയ്ക്കുക. മറച്ചിട്ട് നമ്മൾ ആദ്യം അടിച്ചാണെങ്കിൽ അടിപ്പൂടെ കാണില്ല, അതുമ്മക്കൂടെ തന്നെ അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്തോടെ ഇതിൻ്റെ ലേസിൻ്റെ നല്ല ഭാഗം നോക്കിയിട്ട് നല്ല ഭാഗത്ത് പതിച്ചടിക്കുക. സ്ട്രാപ്പ് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മുകളിൽ വയ്ക്കണ ഈ പീസ് ഉണ്ടല്ലോ,
ഇതിൻ്റെ 4 പീസിൽ ഇതുപോലെ തന്നെ ഈ സ്ട്രാപ്പിന് അടിച്ച പോലെ തന്നെ ഒരു പീസ് എടുക്കുക. അതിൻ്റെ മീതെ ഈ ലേസിൻ്റെ നല്ല ഭാഗം അടിയിലേക്കായിട്ട് വയ്ക്കുക, മുകളിൽ ഇങ്ങനത്തെ ഷേപ്പിൽ ഇട്ടാൽ 4 ഇഞ്ച് ഒരു ഇങ്ങനെ ഇറക്കിയിട്ട് തന്നെ വയ്ക്കുക. ഇവിടെ എത്തുമ്പോൾ ചെറുതായിട്ടൊരു ഞെറി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പോയിന്റിൽ ഞെറി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കണ നിൽക്കണ ഭാഗത്ത് വേണം കേട്ടോ ഇത് വെച്ചടിക്കാൻ. ഈ ഭാഗത്തല്ല അടിക്കണ്ടേ, ഇവിടെ അടിക്കണം. ലേസിൻ്റെ നല്ല ഭാഗം അടിയിലേക്കായിട്ട് വെച്ചടിക്കുക. ഈ പോയിന്റിലെത്തുമ്പോൾ ഒരു ഞെറിയിടണം. ഇതിൻ്റെ മീതെ ഈ പീസ് വെച്ചിട്ട് നേരത്തെ സ്ട്രാപ്പിന് അടിച്ച പോലെ തന്നെ ഇങ്ങനെ മറച്ചിട്ട് നമ്മൾ ഈ ആദ്യം അടിച്ച അടിമക്കോടെ തന്നെ അടിക്കുക. ഇതിങ്ങനെ മറക്കുക, എന്നിട്ട് പതിച്ചടിക്കുക. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഈ പോയിന്റിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലും മറയ്ക്കുമ്പോൾ ശരിക്കും കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ഇതുമ്മയും ഈ പീസ് വെച്ചിട്ട് അടിച്ചു കൊണ്ടുവരാട്ടോ. അപ്പോൾ 2 പീസ് ഇതുപോലെ അടിച്ചു കൊണ്ടുവന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ മറച്ചിട്ടാ. ഇനി ഇവിടെയും കൂടി നമ്മൾ ഈ ലേസ് വയ്ക്കണം. ഈ 2ൻ്റെയും ഈ ഭാഗത്തും ലേസ് വയ്ക്കാം. ലേസ് വയ്ക്കുമ്പോൾ 4 ഇഞ്ച് കയറ്റിയിട്ട് വേണം ഈ ലേസ് വയ്ക്കാൻ. ഈ പോയിന്റിൽ വയ്ക്കുമ്പോൾ എത്തുമ്പോൾ ഒരു ഞെറിയിടും വേണം, അങ്ങനെ സൂചി കുത്തി നിർത്തും വേണം കേട്ടോ. ഇത് ഇങ്ങോട്ട് അടിക്കാം. ഇങ്ങനെ വരും. ഇതുപോലെ തന്നെ ഈ പീസിനും വെച്ചടിക്കുക ലേസ്. അപ്പോൾ ലേസ് 2 ഇതുമ്മയും വെച്ചടിച്ചിട്ടുണ്ട്. ഇതിനിങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ഇതുമ്മ വെച്ചടിക്കണ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടിഭാഗം വെട്ടി ചെയ്തെടുക്കുക കേട്ടോ. ഓരോ പീസ് എടുത്തിട്ട് ഇവിടെ നിന്ന് മുതൽ ഞെറിയിടുക. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് നിൽക്കുന്നത്. ഇതുപോലെ ഞെറിയിട്ടിട്ട് അതുമ്മ ഇത് കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യാൻ കേട്ടോ. ഇതിങ്ങനെ വെച്ചത് ഇങ്ങനെ നിർത്തിയിട്ട് ഈ ഞെറിയുമ്പോൾ ഇതിങ്ങനെ വെച്ചടിക്കുക. ഇത് ശരിക്കും ഈ ഞെറിയിട്ടത് ഇതിലേക്ക് കറക്റ്റ് പാകാവണം കേട്ടോ. ശരിക്കും ഈ ഞെറിയുമ്പോൾ തന്നെ ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. ഇതുപോലെ തന്നെ ബാക്കും വെച്ചടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഞാൻ ബാക്കും ഫ്രണ്ടും അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2 ഭാഗം. ഇനി നമുക്ക് ഇതുമ്മേ ഇങ്ങനെയാണ് ഇത് വയ്ക്കുക. ഇതുമ്മേ ഒരു സ്ട്രാപ്പ് വയ്ക്കണം. നമ്മൾ സ്ട്രാപ്പ് നേരത്തെ അടിച്ചിട്ടുണ്ടല്ലോ, ആ സ്ട്രാപ്പിൻ്റെ ഈ ലേസ് ഭാഗം ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന പോലെ വയ്ക്കുക. ഇതുപോലെ ബാക്ക് ഇങ്ങനെ ബാക്കിലേക്കും വയ്ക്കുക കേട്ടോ. ഇത് ഇങ്ങനെ വരണം. ഇത് ഇതിൻ്റെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് നമുക്കിവിടെ പൈപ്പിംഗ് കൊടുക്കണം. ഈ സ്ട്രാപ്പ് ഇങ്ങനെ എടുക്കുക. അതിൻ്റെ അവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ അറ്റത്ത് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ വെക്കണം കേട്ടോ. ഈ ലേസല്ല വെക്കണ്ട, ലേസിൻ്റെ മുകളിലുള്ള ഈ അടിപ്പില്ലേ അത് വെക്കണം. അതുപോലെ തന്നെ ഈ ഭാഗം വയ്ക്കുക കേട്ടോ. ഈ തറ്റം
ഇതിൻ്റെ തുമ്പത്തേക്ക് വരണം, അങ്ങനെ വയ്ക്കുക. അത് ഇതുപോലെ അടിച്ചു വന്നു. ഇനി ഇതിൻ്റെ കൈയാണ്, കയ്യിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെള്ള തുണി എടുത്തിട്ട് ക്രോസ് വെട്ടിയിട്ട് പൈപ്പിംഗ് ചെയ്യാം. നമ്മുടെ ഇവിടെ കയ്യിലുള്ള ബാക്കി തുണി കൊണ്ട് ക്രോസ് വെട്ടണം, ക്രോസ് വെട്ടി ജോയിൻ ചെയ്യണം. ക്രോസ് വെട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ മടക്കണം കേട്ടോ. ശരിക്കും ഇങ്ങനെ മടക്കിയാലാണ് കറക്റ്റ് കിട്ടുക. അപ്പോൾ ഇത്തിരി നീളം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ നീക്കിയിട്ട് ഇത് വെട്ടുക. എന്നിട്ട് ഇതിങ്ങനെ മറിച്ച് ഇതിലേക്ക് ഇട്ടാൽ മതി. ഇട്ടിട്ട് 1.5 ഇഞ്ചിൽ അങ്ങനെ മടക്കുക. മടക്കിക്കോട്ടെ വെട്ടിയാൽ മതി കേട്ടോ. ഇത് 2 എണ്ണം യോജിപ്പിച്ചാൽ ഇത് എത്തുന്ന വെച്ചാൽ 2 എണ്ണം മതി. ഇപ്പോൾ ഈ 2 എണ്ണം വീതം കൂട്ടാം കേട്ടോ. ഒരു സൈഡ് മടക്കി അടിക്കുക, സൈഡ് 4 ഇഞ്ച് മടക്കി അടിക്കുക. ഇതുമ്മേ ഇവിടുന്ന് മുതൽ ഇങ്ങനെ വെച്ച് പൈപ്പിങ് ചെയ്യാം. ഇതിൻ്റെ നേർപ്പകുതി ഇങ്ങനെ മടക്കാട്ടോ, എന്നിട്ട് കയറ്റി അടിക്കുക നമുക്കിവിടെ. ഇതുപോലെ പൈപ്പിംഗ് വെച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ സൈഡിലും പൈപ്പിംഗ് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരുവിധം തയ്യൽ കഴിഞ്ഞു. പൈപ്പിങ്ങൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ 2 സൈഡിലും. ഇനി ഇതിൻ്റെ സൈഡ് 1 ഇഞ്ച് വീതം അടിക്കാം സൈഡ്, എന്നിട്ട് അടി മടക്കി അടിക്കുക. അത്രയ്ക്കുള്ള പണി. അതും കൂടി ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഈ ഫ്രോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.